ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ 14-ാം അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകം മുതൽ വിവരിച്ച് വായിച്ച് അർത്ഥം പറയുന്നു. ഹൃഷ്ടോ രാജാകുമാരസ്യ സ്നാതശുചിരലങ്കൃതഃ വാചയിത്വാശിഷോ വിപ്രൈ കാരയാമാസ ജാതകം. ഹൃഷ്ടോ രാജാകുമാരസ്യ, ഹൃഷ്ട എന്ന് വെച്ചാൽ വളരെ സന്തോഷകരമായ സന്തുഷ്ടനായ രാജാവ് സ്നാനം ചെയ്തവനും ശുദ്ധനും അലങ്കരിച്ചവനുമായിട്ട് ബ്രാഹ്മണരെ കൊണ്ട് ആശിഷ അത് ആശീർവാദമൊക്കെ ചെയ്യിപ്പിച്ച് കുമാരന് ജാതകർമ്മം ചെയ്യിപ്പിച്ചു. കാരയാമാസ ജാതകം ചെയ്യിപ്പിച്ചു. തേഭ്യോ ഹിരണ്യം രജതം വാസാംസി ആഭരണാനി ച. വാസാംസി ആഭരണാനി ച എന്ന് വായിച്ചാൽ മതി. വാസാംസി ആഭരണാനി ച എന്നാണ് വാക്ക്. ഗ്രാമാൻ ഹയാൻ ഗജാൻ പ്രാദാത് തേനൂനാം അർബുദാനി ഷഡ്. അവസാനത്തെ പാദത്തിലെ പ്രാദാത് ധേനൂനാം അർബുദാനി ഷഡ് എന്നുള്ളത് പ്രാദാത് ധേനൂനാം അർബുദാനി ഷഡ് എന്ന് വായിക്കണം കേട്ടോ. പ്രാദാത് ധേനൂനാം അർബുദാനി 6 കോടി പശുക്കൾ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രാദാത് ദാനം ചെയ്തു. പുത്രൻ ഉണ്ടായതിൻ്റെ സന്തോഷത്തിൽ ബ്രാഹ്മണർക്ക് സ്വർണം, നാണയം, വെള്ളി നാണയം, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അതാണ് വസ്ത്രാണി ആഭരണാനി ച. ഹിരണ്യം സ്വർണം, രജതം വെള്ളി, അങ്ങനെ പലതും കൊടുത്തു. അന്നത്തെ കാലത്തെ സമ്പ്രദായം അനുസരിച്ചുള്ള ദാനങ്ങളൊക്കെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രേഷ്ഠമായത്. അതൊക്കെ അദ്ദേഹം വേണ്ട വിധിയാമണ്ണം ചെയ്തു. അതിനകത്ത് തിരുത്താൻ ഈ പ്രാദാത് ധേനൂനാം അർബുദാനി ഷഡ് എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ വാസാംസി ആഭരണാനി ച. വവർഷ കാമാനന്യേഷാം പർജന്യ ഇവ ദേഹിനാം ധന്യം യശസ്യം ആയുഷ്യം കുമാരസ്യ മഹാമനാഹ. വവർഷ കാമാനന്യേഷാം പർജന്യ ഇവ ദേഹിനാം ധന്യം യശസ്യമായുഷ്യം കുമാരസ്യ മഹാമനാഹ. മഹാമനസ്സുള്ള ആ രാജാവ് കുമാരന് ധനത്തെ വർദ്ധിപ്പിക്കുന്നതും കീർത്തിയെ വർദ്ധിപ്പിക്കുന്നതും ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതുമായിട്ട് അനേകം അന്യജനങ്ങൾക്കും കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അന്യജനങ്ങൾക്കും പർജന്യ മേഘം എന്ന പോലെ വർഷിച്ചു. ഇഷ്ടം പോലെ മറ്റുള്ളവർക്കൊക്കെ ദാനങ്ങൾ ചെയ്തു അദ്ദേഹം പുത്രൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട്. കൃച്ഛ്രലബ്ധേധ രാജർഷേഹേ എന്നിട്ട് സ വെട്ടിക്കളയുക. തനയേനുദിനം പിതുഹോ യഥാ നിസ്വസ്യ കൃച്ഛ്രാപ്തേ ധനേ സ്നേഹോന്വവർദ്ധത എന്ന് വായിച്ചാൽ മതി. അവിടെ അതിൻ്റെ ആദ്യം തുടങ്ങുന്നിടം കൃച്ഛ്രലബ്ധേധ രാജർഷേഹേ, അവിടെ കൊണ്ട് 8 അക്ഷരം നിൽക്കുകയാണ്. രാജർഷേ കഴിഞ്ഞിട്ട് 2 കുത്തിട്ട് അവിടെ ഒരു വിസർഗം ഉച്ചരിക്കുന്നത് പോലെ നമ്മൾ ചെയ്താൽ സ വായിക്കുകയും വേണ്ട, ഒന്നിച്ചത് പോവുകയില്ല. അല്ലെങ്കിൽ അത് ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ടാകും. രാജർഷേഹേ പിന്നെ സ വെട്ടിക്കളഞ്ഞേക്കുക. തനയേനു ദിനം പിതുഹോ യഥാ നിസ്വസ്യ കൃച്ഛ്രാപ്തേ ധനേ സ്നേഹോന്വവർദ്ധത. മാതുസ്ത്വതിതരാം പുത്രേ സ്നേഹോ മോഹസമുദ്ഭവഃ കൃതദ്യുതേ സപത്നീനാം. അത് കൃച്ഛ്രലബ്ധേ, അതിൻ്റെ നമ്മൾ അർത്ഥം പറഞ്ഞില്ലല്ലോ. കൃച്ഛ്രലബ്ധേ ധരാജർഷേഹേ തനയേനു ദിനം പിതുഹോ യഥാ നിസ്വസ്യ കൃച്ഛ്രാപ്തേ ധനേ സ്നേഹോന്വവർദ്ധത. അതുപോലെ രാജർഷിക്ക് കൃച്ഛ്രലബ്ധേ പ്രയാസപ്പെട്ട് ലഭിച്ചിരുന്നു വെച്ചാൽ വളരെ അധികം പ്രാർത്ഥിച്ച് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ആ തനയെ പുത്രനിൽ കൃച്ഛ്രാപ്തേ ധനേ യഥാ ആ ദരിദ്രന് ധനം കിട്ടുമ്പോൾ ലഭിച്ചതുപോലെ ഒന്നുമില്ലായിരുന്ന ആളിൻ്റെ കയ്യിലോട്ട് ധനം കിട്ടുന്നത് പോലെ ആ സ്നേഹം അധികമായിട്ട് വർദ്ധിച്ചു വന്നു. ആ കുട്ടിയോട് അനുദിനം വർദ്ധിച്ചു വന്നു. ഭാര്യമാരിൽ ഒരു ഭാര്യ മാത്രമാണല്ലോ പ്രസവിച്ചത്, അനേകം ഭാര്യമാരുണ്ടെന്നൊന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഈ പുത്രനിൽ അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷം, സ്നേഹം, ആ പുത്രനോടുള്ള സ്നേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ ഭാര്യയുടെ കൂടെ ആയിരുന്നായിരിക്കും ഒരുപാട് പല സമയങ്ങളും ഒഴിവ് സമയങ്ങൾ മുഴുവൻ രാജാവ്
ഈ കുട്ടിയുടെ കുട്ടിയുള്ളിടത്താണ് മാതാവുള്ളിടത്താണ് കുട്ടിയുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ചിലവഴിച്ചു. അതാ ചിലവഴിച്ചു തന്നെ ആ കുട്ടിയോട് സ്നേഹം വർദ്ധിച്ചു വന്നേ ഈ ശ്ലോകത്തിൽ അർത്ഥമുള്ളൂ കേട്ടോ. മാതുസ്ത്വതിതരാം പുത്രേ സ്നേഹോ മോഹസമുദ്ഭവ കൃതദ്യുതേ സപത്നീനാം. കൃതദ്യുതി എന്നാണ് പേര്. കൃതദ്യുതേ സപത്നീനാം പ്രജാകാമജ്വരോഭവത്. കൃതദ്യുതി എന്ന ആ മാതാവിന് പുത്രനിൽ പുത്രന് ആ സമുദ്ഭവത്തോടു കൂടിയ സ്നേഹം അതിതരാം അഭവത് എന്നാണ് ആ ട്രാൻസ്ലേഷൻ കണ്ടല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സ്നേഹമുണ്ട്, ഏറ്റവും അധികം ആയിട്ടുണ്ടായി. കൂട്ടത്തിലുള്ള പത്നിമാർക്കും പ്രജാകാമജ്വര സന്താന ആഗ്രഹരൂപമായ താപം ഉണ്ടായി. അവിടെ അഭവത് എന്ന് വെച്ചാൽ ഉണ്ടായി. അതായത് ഒരു ഭാര്യയ്ക്കല്ലേ മകനെ കിട്ടിയുള്ളൂ. മറ്റുള്ള ഭാര്യമാർക്കൊക്കെ അപ്പോൾ അവർക്കും മതിയായ ആഗ്രഹം. അതാരും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. തനിക്ക് ഒരു കുട്ടി ഉണ്ടാകണമെന്ന് ഓരോ ഭാര്യമാർക്കും ആഗ്രഹം ഉണ്ടായി കാണാം. ചിത്രകേതോരതി പ്രീതിർ അവിടെ നിർത്തണം. യഥാധാരേ പ്രജാപതി വതിയാകട്ടോ, പ്രജാവതി തഥേന്യേഷു സംജജ്ഞേ ബാലം ലാളയതോന്വഹം. ചിത്രകേതോരതിപ്രീതിർ യഥാ ധാരേ പ്രജാപതി തഥേന്യേഷു സംജജ്ഞേ ബാലം ലാളയതോന്വഹം. അന്വഹം ഓരോ ദിവസം തോറും ബാലം ലാളയത ആ ബാലനെ ലാളിക്കുന്ന ചിത്രകേതു എന്ന രാജാവ് ആ സന്താനത്തോടുകൂടിയ പ്രജാപതി ആ മകനുണ്ടായ പുത്രൻ ഉണ്ടായ ആ ഭാര്യയിൽ എന്ന പോലെ അന്വേഷു മറ്റു ഭാര്യമാരിൽ അതിപ്രീതി അധിക സന്തോഷം സംജജ്ഞേ ഉണ്ടാവും. അവിടെ സംജജ്ഞേ അതാണ് സംഭവിച്ചത്. നന്നായിട്ടുണ്ടായില്ല. ഈ പുത്രൻ്റെ അമ്മയോടുള്ള തൻ്റെ പത്നിയായിരിക്കുന്ന ആ കൃതദ്യുതി എന്ന ഭാര്യയിലാണ് എനിക്ക് പുത്രനുണ്ടായത്. ആ പുത്രനുണ്ടായ ആ ഭാര്യയിലുള്ള സ്നേഹം പോലെ മറ്റു പത്നിമാരോട് ഉണ്ടായില്ല. ബാക്കി ഊഹിക്കാമല്ലോ. താ പര്യതപ്യന്നാത്മാനം ഗർഹയന്ത്യോഭ്യസൂയയ ആനപത്യേന ദുഃഖേന രാജ്ഞോനാദരണേന ച. താ പര്യതപ്യന്നാത്മാനം ഗർഹയന്ത്യോഭ്യസൂയയ ആനപത്യേന ദുഃഖേന രാജ്ഞോനാദരണേന ച. അഭ്യസൂയയ അധികരിച്ച അസൂയ കൊണ്ട് ആത്മാവിനെ നിന്ദിക്കുന്ന അവർ ആനപത്യേന ആ പുത്രനില്ലാത്ത അവസ്ഥ, അപത്യം എന്നുവെച്ചാൽ അപത്യം പുത്രൻ, ആനപത്യേന ആ പുത്രനില്ലാത്ത അവസ്ഥ, അത് നിമിത്തമുണ്ടായ ദുഃഖം കൊണ്ടും രാജാവിൻ്റെ അനാദരവ്, രാജാവ് ഒട്ടും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, അതുകൊണ്ടും പര്യതപ്യൻ എല്ലാവരും, അതായത് ഈ ഒരു രാജ്ഞി ഒഴിച്ചുള്ള രാജ്ഞിമാരെല്ലാം ഒരു സംഘമായി. ഈ രാജ്ഞി ഒറ്റയ്ക്കായി. കാരണം അവർക്ക് പുത്രനുള്ളതുകൊണ്ട് രാജാവ് അവരെ എപ്പോഴും സംരക്ഷിക്കുന്നു, രാജാവ് അവരുടെ കൂടെ എപ്പോഴും ഇരിക്കുന്നു. അത് സപത്നിമാരായവരെല്ലാം മറുപക്ഷത്ത് ചേർന്നു. അവരെല്ലാവരും കൂടെ ആണ് ഇനി പറയുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ ദുരാചാരം നടത്താൻ അവർക്ക് പ്രേരണയുണ്ടായത്. അവരെല്ലാവരും കൂടി കൂട്ടമായിട്ടൊരു ഗൂഢാലോചന കൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയുടെ ദോഷമാണ് പറയുന്നത്. ധിക് അപ്രജാം എന്നാണ് വാക്ക്. ധിക് അപ്രജാം സ്ത്രീയം പാപാം പത്യുശ്ചാഗൃഹസമ്മതാം അഗൃഹസമ്മതാം എന്നാണ്. പത്യുശ്ചാഹൃതസമ്മതാം സുപ്രജാഭി സപത്നീഭിർ അവിടെ നിർത്തുക. ദാസീമിവ തിരസ്കൃതാം സന്താനമില്ലാത്തവരും പാപഫലം അനുഭവിക്കുന്നവളും ഭർത്താവിന് ആഗൃഹ്യസമ്മത ഗൃഹത്തിൽ ഒട്ടും തന്നെ പരിഗണനയില്ലാത്ത സുപ്രജാഭി ശോഭന സന്താനങ്ങളോട് കൂടിയ സപത്നിമാരാൽ ദാസിയെ എന്ന പോലെ തിരസ്കരിക്കപ്പെട്ടവളുമായ സ്ത്രീയെ നിന്ദിക്കണം. അതായത് സപത്നികളുടെ പരിതാപത്തെ 3 പദ്യം കൊണ്ടാണ് വിവരിക്കുന്നത്. അത് നമ്മളെ പ്രധാനമായിട്ട് ഓർക്കണം. ആ സംഭവം എങ്ങനെയാണെന്ന്. തെറ്റാണ് ചെയ്തതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആരും ചെയ്തു പോകുന്നതാണെന്നായിരിക്കാം
ഈ എഴുതിയാൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അവരുടെ ഭാഗം നിന്ന് പറയുന്നത് പോലെ തോന്നും. ആ കഷ്ടം, സന്താനമില്ലാത്ത അവരെ ഒട്ടും ആ അവസ്ഥ കഷ്ടമാണ്. അങ്ങനെ ഉണ്ടായ ഒരു സ്ത്രീ ജന്മാന്തരത്തിൽ പാപം ചെയ്തവളെന്ന് തെളിയുന്നു. കണ്ടോ, അവർക്ക് മാത്രം ഉണ്ടായില്ലല്ലോ, അവർ പാപം ചെയ്തവളായതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത്. ഭാര്യ സ്വീകാരത്തിൻ്റെ പരമഫലം സന്താനം ലഭ്യമാകയാൽ. അതായത് ഈ നമ്മൾ ഈ വിവാഹവേളയിൽ, സ്വയംവരവേളയിൽ അങ്ങനെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. സന്തതിയോടുകൂടി നീ വിരാജിക്കുക എന്ന് ഒരു അനുഗ്രഹം പോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അല്ലാത്ത ഒരു ദാമ്പത്യമായിട്ട് ശോഭിക്കയില്ല എന്നാണ് പറയുന്നത്. ആ കാലത്ത് അത് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ഒരു കുട്ടി ഉണ്ടാവുക, ആ പുത്രൻ കുട്ടി വെറുതെ അല്ല, കുട്ടിയല്ല, പുത്രൻ ഉണ്ടാവുക. ആ ഭാര്യയെ സ്വീകരിക്കുന്ന സമയത്ത് ഒരു അനുഗ്രഹം പോലെ കൊടുക്കുന്ന ആ സന്താനം ഉണ്ടാകട്ടെ, നിനക്ക് ദീർഘസുമംഗലി ഭവ എന്ന് പറയുന്നത് സന്താനം ഒക്കെ ഉണ്ടായ സന്താനങ്ങളോട് കൂടി നീ വിരാജിക്കുക എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ പ്രസവിക്കാത്ത സ്ത്രീയെ ഒരു അശുഭലക്ഷണമായിട്ട് അന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു ആൾക്കാർ. അപ്പം അങ്ങനെ ഒരു പ്രസവിക്കാത്ത സ്ത്രീയെക്കുറിച്ച് ഭർത്താവിനൊട്ടും തന്നെ താല്പര്യമുണ്ടാവുകയില്ല. സന്താനം ഉള്ള പത്നിമാർ പ്രസവിക്കാത്ത പത്നിയെ ദാസിയെപ്പോലെ നിരാകരിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഈ കൃതജ്ഞതയും മറ്റുള്ള പത്നിമാരെ അവഗണനയോടെ കണ്ടു കാണും. ദാസീനാം കോനു സന്താപഃ സ്വാമിന പരിചര്യയ അഭീക്ഷണം ലബ്ധമാനാനാം ദാസീവ ദുർഭഗ. സ്വാമിയുടെ ശുശ്രൂഷ കൊണ്ട് അഭീക്ഷണം, ഏറ്റവും ലബ്ധമാനാനാം ലഭിക്കുന്ന അഭിമാനത്തോടു കൂടിയ ദാസികൾക്ക് സന്താപക്കോനു, സന്താപം എന്തുണ്ട്, എന്ത് സന്താപം ഇരിക്കുന്നു എന്ന് പറയരുത്, നമ്മൾ എന്ത് സുഖം ഇരിക്കുന്നു. ദാസിയുടെ നീട്ടുണ്ട് കേട്ടോ, ദാസി ഇവ, ദാസി എന്ന പോലെ ഭാഗ്യഹീനയാണ്, ദുർഭഗ, ഭാഗ്യഹീനകളാണ്. അത് ബഹുവചനമാണ്, ദുർഭഗാഹ. ഞങ്ങൾ ദാസിയെ പോലെ എന്ന് തന്നെ പറഞ്ഞുകൂടാ. എന്തുകൊണ്ടെന്നാൽ സ്വാമിക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്ന സ്വാമി, അതായത് ഈ ഭർത്താവിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്ന ദാസികളെ സ്വാമി ആയിട്ടുള്ള ഭർത്താവ് എപ്പോഴും അഭീഷ്ട വസ്തുക്കൾ കൊടുത്ത് സന്തോഷിപ്പിക്കും. അതുകൊണ്ട് ദാസികൾക്ക് സന്താപത്തിന് അവകാശമൊന്നുമില്ല. ഞങ്ങളാകട്ടെ ദാസിയുടെ ദാസികൾ എന്ന പോലെ ഭാഗ്യഹീനകളാണ്. ദാസികൾക്ക് എന്തെങ്കിലും കൊടുക്കും, അവർക്ക് പൂജ ചെയ്യുകയും അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഈ സപത്നിമാർ പറയുന്നതാണ്, അവരുടെ ദുഃഖമാണ് പറഞ്ഞത്, പരിതാപമാണ് ഈ പറഞ്ഞ 3 ശ്ലോകം. ഏവം സന്ദഹ്യമാനാനാം സപത്ന്യാപുത്രസമ്പദ രാജ്ഞോ സമ്മതവൃത്തീനാം വിദ്വേഷോ ബലവാനഭൂത്. സപത്നിയുടെ പുത്രസമ്പത്ത് നിമിത്തം, അതായത് കൃതദ്യുതിയുടെ പുത്രനെ കിട്ടിയത് കൊണ്ട്, ഏവം സന്തഹി ഇപ്രകാരം അത്യന്തം വിഷമിക്കുന്നവരും രാജാവിൽ നിന്ന്, ഇവിടെ രാജ്ഞ എന്നാണ്, അപ്പോൾ അവിടെ രാജാവിൽ നിന്ന് അസമ്മത വൃത്തീനാം, ഒരു വേണ്ട പോലെ അല്ലാത്ത ഒരു പ്രവൃത്തി പോലെ വിരോധം ബലമായിട്ട് അവരുടെ ഉള്ളിൽ രാജാവിനോട് എതിരായിട്ടൊരു ഭാവം അവരുടെ ഉള്ളിലുണ്ടായി ഈ സപത്നികൾക്ക്. വിദ്വേഷനഷ്ടമതയ എന്നുണ്ട്. വിദ്വേഷനഷ്ടമതയ സ്ത്രീയോ ദാരുണചേതസഹ ഗരം ദതുക്കുമാരായ എന്ന് വായിക്കണമേ. ദതു കഴിഞ്ഞ് ഇക്ക വായിക്കണം, കു വായിക്കണം. ഗരം ദതുക്കുമാരായ ദുർമർഷ നൃപതിം പ്രതി. വിദ്വേഷ നഷ്ടമതയ, മതിബുദ്ധി, ബുദ്ധി ഇല്ലാതെ, അതായത് വിരോധം കൊണ്ട്, അവരോടുള്ള വൈരാഗ്യം കൊണ്ട്, അവരോടുള്ള അത്രയുള്ള വിരോധം കൊണ്ട്, ദേഷ്യം കൊണ്ട് നശിച്ചിരിക്കുന്ന ആ വിവേകത്തോടു കൂടിയവരും, എന്നുവെച്ചാൽ ബുദ്ധിയോടുകൂടി ഒരു ബുദ്ധി നൃപതിം പ്രതി, രാജാവിനെക്കുറിച്ച് ദുർമർഷ സഹിക്കാത്തവരൊട്ടും തന്നെ അവർക്ക് രാജാവിനെ സഹിക്കാൻ പറ്റിയില്ല. കഠിന മനസ്സോടു കൂടിയവരുമായ ദാരുണചേതസ, വളരെ ദാരുണമായ മനസ്സോടു കൂടിയവരുമായ കണ്ടോ, സ്ത്രീകൾ, അവിടെ ബഹുവചനമാണ്. സ്ത്രീകൾ, കുറേ സ്ത്രീകൾ, 2 സ്ത്രീകളല്ല, കുറേ ആൾക്കാർ, സ്ത്രീയഹ കുമാരന്, ഇത് ആ ഉണ്ടായ കുഞ്ഞിന്, കൃതദ്യുതിയുടെ പുത്രന്, അതായത് രാജാവിന് കൃതദ്യുതിയിലുണ്ടായ പുത്രന് ഗരം വിഷം കൊടുത്തു. കണ്ടോ,
എന്തൊരു വലിയ ഇതാണൊക്കെ ചെയ്തത്. നമുക്ക് അമ്മമാർക്കൊക്കെ ഓർക്കാനേ പറ്റില്ലാത്തൊരു കാര്യം. ആ സപത്നിമാരെ ഈ രാജാവിൻ്റേതായിട്ടുള്ള പരിഗണന കിട്ടാത്തത് കൊണ്ടും സപത്നിയോടുള്ള ദേഷ്യം കൊണ്ടും അവളോടുള്ള രാജാവിൻ്റെ സ്നേഹം കാണിക്കുന്നത് കൊണ്ടുള്ള ആ ദേഷ്യം കൊണ്ട് ഇവരെല്ലാം ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പരിപാടിയാണ്. ഈ കുഞ്ഞിന് വിഷം കൊടുത്ത രാജാവിൻ്റെ പിന്തുടർച്ച അവകാശിയാകേണ്ട അതൊന്നും ധരിച്ചില്ല. അവർക്ക് അപ്പോഴത്തെ ആ ഒരു അതാണ് വിവേകമില്ലാത്തത് എന്ന് പറയുന്നത്. കൃതദ്യുതിർ അജാനന്തി, കൃതദ്യുതുരജാനന്തി കേട്ടോ. അജാനന്തി എന്ന വാക്ക് രജാനന്തി എന്ന് വായിക്കരുത്. കൃതദ്യുതിർ അജാനന്തി അവിടെ എഴുതി വെച്ചോ, അല്ലെ രജാനന്തി എന്ന് വായിക്കും. കൃതദ്യുതിരജാനന്തി സപത്നീനാം അഖം മഹത് സുപ്ത ഏവേദി സഞ്ചിന്യ നിരീക്ഷ്യ വ്യചരത് ഗൃഹേ. സപത്നികളുടെ മഹത് അഖം മഹത്തായ പാപത്തെ അജാനന്തി കൃതദ്യുതി അറിയാതിരിക്കുന്ന ജാനന്തി അറിയുക, അജാനന്തി അറിയാതിരിക്കുന്ന കൃതദ്യുതി നിരീക്ഷ എന്ന് വെച്ചാൽ നോക്കിയിട്ട് സുപ്ത ഉറങ്ങുന്ന പോലെ കിടക്കുന്ന സഞ്ചിന്യ എന്ന് വിചാരിച്ച് ഗൃഹത്തിൽ ഓരോ കാര്യങ്ങളിൽ ഓരോ ജോലികളിൽ വ്യാപരിച്ചു. കൃതദ്യുതിർ അജാനന്തി എന്ന് വെച്ചാൽ അറിയാതെ. സപത്നീനാം അഖം മഹത്, സപത്നിമാർ ചെയ്ത ആ വലിയതായ തെറ്റ് പാപത്തെ അറിയാതെ. സുപ്ത ഏവേദി, സുപ്ത എന്ന് വെച്ചാൽ ഉറങ്ങുന്ന അത് സഞ്ചിന്യ കുഞ്ഞ് ഉറങ്ങുകയാണെന്ന് കരുതി നിരീക്ഷ വിചരത് ഗൃഹേ ആ ബാക്കിയുള്ള ഗൃഹത്തിലെ വ്യാപാരങ്ങളിൽ ഇടപെട്ട് നടന്നു. ശയാനം സുചിരം ബാലം ഉപധാര്യ മനീഷിണി, ബാലം നാക്കുക, പിന്നെ ഉപധാര്യ എന്നും ആക്കുക. അവിടെ അത് മാത്രമേ ഉള്ളൂ. പുത്രമാനയ മേ ഭദ്രേ ഇതി ധാത്രീം അചോദയത്. സുചിരം ശയാനം സുചിരം ബാലം, ദീർഘസമയം കിടന്നു ശയിക്കുന്ന ആ കുഞ്ഞിനെ വിചാരിച്ചിട്ട് മനീഷിനി ബുദ്ധിശാലിയായ മാതാവ് ഭദ്രേ ഹേ സുശീലേ മേ പുത്രം, എൻ്റെ പുത്രനെ ആനയെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് ധാത്രി എന്ന് വെച്ചാൽ തോഴിയോട്, അവിടെ കുഞ്ഞിനെ നോക്കുന്ന തോഴിയോട് അചോദയത് പ്രേരിപ്പിച്ചു. ഇത്രയും നേരമായല്ലോ ഉറങ്ങുന്നു, കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നേ എന്ന് തോഴിയോട് പറഞ്ഞു. സാ ശയാനം ഉപവ്രജ്യ ദൃഷ്ട്വാ ചോത്താരലോചനം പ്രാണേന്ദ്രിയാത്മഭിസ്ത്യക്തം ഹതാസ്മീത്യപതദ്ഭുവി. അവിടെയൊക്കെ സമസ്ത പദങ്ങളുണ്ട്, നമുക്ക് പിരിച്ചെഴുതാനുമുണ്ട്. സാ ശയാനം ഉപവ്രജ്യ, സാ നീട്ടി ഇവിടെ വന്ന അർത്ഥം എന്താ? അവൾ. സാ നീട്ടിയിട്ടുണ്ട്. സാ ശയാനം ഉപവ്രജ്യ ദൃഷ്ട്വാ ഉത്താരലോചനം എന്നാണ്. ഉത്താരലോചന മുകളിലോട്ട് പൊങ്ങിയ കൺമിഴിച്ച് ഇങ്ങനെ മറിഞ്ഞു പോകാൻ നമ്മൾ പറയില്ല, അങ്ങനെ കിടക്കുന്ന കുട്ടിയെ ദൃഷ്ട്വാ ഉത്താരലോചനം ഒന്നിച്ച് വായിച്ചാൽ മതി. ചോത്താരലോചനം ശയാനം ഉപവ്രജ്യ എന്ന് വായിക്കണം. സാ ശയാനം ഉപവ്രജ്യ, ശയാനം ഉപവ്രജ്യ എന്ന് കേൾക്കണമേ. പ്രാണേന്ദ്രിയ ആത്മഭിസ്ത്യക്തം ഹതാസ്മീതി അപതദ്ഭുവി. ഹതാസ്മീതി അപതദ്ഭുവി. ഹത അസ്മി ഇതിയാണെന്നത്. ഹതാ അസ്മി ഇതി. ആ വാക്കുകളൊന്നും വേറെ വിരിക്കേണ്ട. ഹതാസ്മീതി എന്ന് വായിക്കുക, എന്നിട്ട് അപതദ്ഭുവി എന്ന് വായിച്ചാൽ മതി. അവിടെ മാത്രം ഹതാസ്മീതി എന്നിട്ട് കഴിഞ്ഞിട്ട് ഇത്യ അങ്ങ് വെട്ടിയിട്ട് അപതദ്ഭുവി കിട്ടിയല്ലോ. ആ കുട്ടി ഈ അവിടുത്തെ തോഴി എടുത്തുകൊണ്ട് വന്നപ്പോൾ കൺമിഴികളൊക്കെ വെളിയിൽ തുറച്ചിങ്ങനെ ഇരിക്കുന്നു, ശ്വാസമില്ല, അത് ജീവൻ പോയിരിക്കുന്നു എന്ന് കുട്ടിയെ വിട്ട ജീവൻ പോയിരിക്കുന്നു എന്ന് മനസ്സിലറിഞ്ഞു. ഞാൻ ഹതയായി എന്ന് നിലവിളിച്ച് നിലത്ത് വീണു. ആ കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് അവർ തന്നെ കരഞ്ഞ് പെട്ടെന്ന് ആന്തലോട് കൂടി കരഞ്ഞ് അതാ നിലവിളിച്ചുകൊണ്ട് മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു. കുട്ടിക്ക് ഇത് മരിച്ചു എന്നുള്ള ഇതിൽ അങ്ങനെ ഒരു ഭയങ്കരമായ ദുഃഖത്തോടെ ഉള്ള അവസ്ഥയാണ് നമ്മളിനി കാണുന്നത്. തസ്യാസ്തദാകർണ്യ ഭൃശാതുരം സ്വരം. തസ്തദ് ആകർണ്യ എന്നാക്കണം. തസ്യാസ്തദാകർണ്യ ഭൃശാതുരം സ്വരം ഗ്രന്ഥ്യാകരാഭ്യാമുര ഉച്ചകൈരപി പ്രവിശ്യ രാജ്ഞി ത്വരയാത്മജാന്തികം
ദദർശബാലം സഹസാ മൃതം സുതം. കരാഭ്യം 2 കൈകൾ കൊണ്ട് ഉരസിനെ ഉച്ചകൈ ശക്തിയോടുകൂടി ഘ്നന്ത്യ അടിക്കുന്ന തസ്യ അവളുടെ ഭൃശാതുരം അത്യന്തം ദുഃഖകരമായ ആ സ്വരം, ആ ശബ്ദം ആകർണ്യ കേട്ടിട്ട് ത്വരയ വളരെ പെട്ടെന്ന് ആ ആത്മജൻ പുത്രൻ്റെ സമീപത്ത് പ്രവേശിച്ചിട്ട് രാജ്ഞി ബാലം സുതം ആ ബാലനായ പുത്രനെ സഹസാ മൃതം പെട്ടെന്ന് മരിച്ചതായിട്ട് ദദർശ കണ്ടു. വാക്കുകൾ എങ്ങനെയായി പോയിരിക്കുന്നത്? 2 കൈകളും മാറിടത്ത് ശക്തിയോടുകൂടി അടിച്ചിട്ട് ദുഃഖിച്ച് കരയുന്ന ആ തോഴിയുടെ ശബ്ദം കേട്ടപ്പോൾ രാജ്ഞി വളരെ പ്രയാസപ്പെട്ട് ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് നോക്കി. ആ പുത്രൻ അകാരണമായി മരിച്ചിരിക്കുന്നതായി കണ്ടു. പപാദ ഭൂമോ പരിവൃദ്ധയാ ശുച മുമോഹ വിഭ്രഷ്ടശിരോരുഹാംബര തതോ നൃപാന്തപുരവർത്തിനോ ജന നരാശ്ച നാര്യശ്ച നിശമ്യരോദനം ആഗത്യ തുല്യവ്യസനാസു ദുഃഖിതാഹ. അവിടെ ദുഃഖിതാഹ നാക്കുക, പിന്നത്തെ സ വെട്ടിക്കളയസ്. താശ്ച വ്യളീകം രുരുതു കൃതാഗസഹ പപാത ഭൂമോ പരിവൃദ്ധയാ ശുച മുമോഹ വിഭ്രഷ്ട ശിരോരുഹാംബര തതോ നൃപാന്തപുരവർത്തിനോ ജന നരാശ്ച നാര്യശ്ച നിശമ്യ രോദനം ആഗത്യ തുല്യവ്യസനാസു ദുഃഖിതാഹ താശ്ച വ്യളീകം രുരുതു കൃതാഗസഹ. പരിവൃദ്ധയാ ശുച വളരെ കൂടുതലായിട്ടുണ്ടായ ദുഃഖത്താൽ ഭൂമോ പപാത ഭൂമിയിൽ പതിച്ചു വിഭ്രഷ്ട ശിരോരുഹാംബര വിശേഷേണ ഭ്രംശിച്ച അമ്പരത്തോട് തലയിൽ ഇട്ടിരുന്ന വസ്ത്രമൊക്കെ മാറി, തലയിൽ വസ്ത്രം മൂടിയാണല്ലോ അന്നൊക്കെ ആൾക്കാർ നടക്കുന്നത്, അതൊക്കെ സ്ത്രീകൾ നടക്കുന്നത്, അതെല്ലാം മാറ്റി വിശേഷേണ ഭ്രംശിത ശിരോരുഹ അമ്പരത്തോടുകൂടി അതെല്ലാം വീണു. കഴിയുമ്പോൾ നമ്മൾ വസ്ത്രത്തെക്കുറിച്ചൊന്നും ഓർക്കുകയില്ല, കരയുകയും സങ്കടപ്പെടുകയും ദുഃഖം വരുമ്പോഴൊക്കെ വേദാസ്ഥാനത്ത് വസ്ത്രം കിടക്കണമെന്ന് ഓർക്കുകയില്ല. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അതിനകത്ത് നമുക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. വിഭ്രഷ്ട ശിരോരുഹാംബര ശിരോവസ്ത്രമൊക്കെ ശ്രദ്ധിക്കാതെ മോഹിച്ചെന്ന് പറഞ്ഞാൽ മോഹാലസ്യപ്പെട്ട് വീണു. അനന്തരം നൃപ അന്തഃപുരവർത്തിന രാജാവിൻ്റെ അന്തഃപുരത്തിൽ വസിക്കുന്ന ജനങ്ങൾ നാര്യ പുരുഷന്മാരും സ്ത്രീകളും, നരന്മാരും നാരിമാരും സ്ത്രീകളും പുരുഷന്മാരും രോദനം രോദനം കേട്ടിട്ട് ആഗത്യ അവിടെയോട്ട് എത്തിച്ചേർന്നിട്ട് തുല്യവ്യസനം അവരുമൊക്കെ തുല്യമായ ദുഃഖത്തോടുകൂടി സുദുഃഖിത അത്യന്തം ദുഃഖിതകളുമായിട്ട് കൃതാഗസ ദോഷം ചെയ്തിരിക്കുന്നവർ വ്യളീകം കപടമാകും വണ്ണം കരഞ്ഞു. അവർ ശരിയായിട്ടാണോ കരഞ്ഞത്? ദുഃഖം കൊണ്ടാണോ കരഞ്ഞത്? അല്ല, അവർക്കറിയാം അവർ ചെയ്തതിൻ്റെ ഫലമാണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് അവർക്കറിയാം. പക്ഷെ അവരൊക്കെ ദുഃഖം അഭിനയിച്ചു. ശ്രുത്വാ മൃതം പുത്രമലക്ഷിതാന്തകം വിനഷ്ടദൃഷ്ടി പ്രപതൻ സ്ഖലൻ പഥി സ്നേഹാനുബന്ധൈതിദയാ ശുചാഭൃശം വിമൂർച്ഛിതോനു പ്രകൃതിർദ്വിജൈർവൃതഃ. ശ്രുത്വാ മൃതം പുത്രമലക്ഷിതാന്തകം വിനഷ്ടദൃഷ്ടി പ്രപതൻ സ്ഖലൻ പഥി സ്നേഹാനുബന്ധൈതിദയാ ശുചാഭൃശം വിമൂർച്ഛിതോനു പ്രകൃതിർദ്വിജൈർവൃതഃ. വായിക്കാൻ ഇത്തിരി ഇതുണ്ട്, ശ്രദ്ധിച്ച് വായിക്കാൻ. ഞാൻ ഒന്നുകൂടെ വായിച്ച് ഇടാം. ശ്രുത്വാ മൃതം പുത്രം അലക്ഷിതാന്തകം വിനഷ്ടദൃഷ്ടി പ്രപതൻ സ്ഖലൻ പഥി സ്നേഹാനുബന്ധൈതിദയാ ശുചാഭൃശം സ്നേഹാനുബന്ധൈതിദയാ ശുചാഭൃശം വിമൂർച്ഛിതോനു പ്രകൃതിർദ്വിജൈർവൃതഃ. വിമൂർച്ഛിതോനു പ്രകൃതിർ അവിടെ നിർത്തുക. ഇത് ദ്വിജൈർവൃതഃ എന്ന് വായിച്ചാൽ മതി, അപ്പം ശരിയായിക്കോളുവേ. ബാക്കി എല്ലാ വാക്കുകളും ഉണ്ട്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്. പപാദബാലസ്യ സപാദമൂലേ മൃതസ്യ വിസ്രസ്ത ശിരോരുഹാംബര ദീർഘം ശ്വസൻ ബാഷ്പകലോപരോധതോ നിരുദ്ധ കണ്ഠോ ന ശശാകഭാഷിതും. കാരണമൊന്നും കൂടാതെ ഈ പുത്രൻ മരിച്ചിരിക്കുന്ന ആ
വർത്തമാനം. ആ വാർത്ത രാജാവും കേട്ടു. കുട്ടിയെ കാണുവാനായി പെട്ടെന്ന് രാജാവും പുറപ്പെട്ടു. രാജാവിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. കണ്ണുകളൊന്നും കാണാൻ വയ്യാതെയായി നടക്കുന്ന വഴിയിൽ തടഞ്ഞു വീഴുകയും എന്നിട്ട് എത്രയോ ആഗ്രഹിച്ച് കിട്ടിയ ഒരു പുത്രനെ എഴുന്നേൽക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ രാജാവ് പോയി ആ അന്തഃപുരത്തിലേക്ക്. സ്നേഹത്തിൻ്റെ അനുബന്ധ നിമിത്തം അധികരിച്ചു വന്ന ദുഃഖത്താൽ, സ്നേഹം കൊണ്ടാണല്ലോ ദുഃഖമുണ്ടായത്, ഏറ്റവും മോഹാസ്യപ്പെട്ടു. പ്രജകൾ, മന്ത്രിമാർ, അതുപോലെ ബ്രാഹ്മണർ, അങ്ങനെയുള്ളവരെല്ലാം രാജാവിൻ്റെ പുറകെ പോയി. തലമുടിയും വസ്ത്രവും അഴിഞ്ഞിരിക്കുന്ന രാജാവിൻ്റെ അവസ്ഥ അതാ. കാരണം അത്രയ്ക്ക് വിഹ്വലനായിട്ടാണ് രാജാവിനെ കാണപ്പെടുന്നത്. അങ്ങനെ മരിച്ച പുത്രൻ്റെ ആ പാദങ്ങളുടെ അടുത്ത് വീണ് കരയുക. ദീർഘനിശ്വാസം നിമിത്തം ആ കണ്ണീരിനാൽ ഗദ്ഗതം, അതായത് തടയപ്പെട്ടിട്ട് കണ്ഠനാളത്തിൽ കൂടി ശബ്ദം കണ്ഠത്തിൽ കൂടി വരാതെ ഒന്നും സംസാരിക്കാൻ പോലും സാധിക്കാതെ അദ്ദേഹത്തിന് വളരെയധികം നിമഗ്നനായി ഒരു വളരെ വല്ലാത്ത ദയനീയമായ അവസ്ഥയിൽ ആ രാജാവ് വിഷമിച്ചിരുന്നു. പപാദബാലസ്യ സപാദമൂലേ മൃതസ്യ വിസ്രസ്ത കോമ ശിരോരുഹാംബരഃ ദീർഘം ശ്വസൻ ബാഷ്പ കോമ കലോപരോധതോ. ബാഷ്പകലോപദുർ എന്നൊന്നിച്ച് വായിച്ചാൽ മതി കേട്ടോ. വായിക്കാനുള്ള സൗകര്യത്തിന് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ബാഷ്പകലോപരോധതോ നിരുദ്ധകണ്ഠോ ന ശശാകഭാഷിതും പതിം നിരീക്ഷ്യോരു ശുചാർപ്പിതം തഥാ മൃതം ച ബാലം സുതമേകസന്തതിം എന്ന് വായിച്ചോണേ. പതിം നിരീക്ഷ്യോരു ശുചാർപ്പിതം തഥാ നിരീക്ഷ്യോരു എന്നൊരു കോമ ഇട്ടു. മൃതം ച ബാലം സുതം ഏകസന്തതിം. സന്തതിം എന്നേ വായിക്കാവുള്ളൂ, സന്തതീം എന്ന് വായിക്കരുത്. സന്തതിം ജനസ്യ രാജ്ഞി പ്രകൃതേശ്ച ഹൃദ്രുജം സതീ ദധാന വിലലാപചിത്രധാം. അപ്പോൾ ഒരു ശുച അർപ്പിതം അധികരിച്ച ദുഃഖത്താൽ വ്യാപ്തനായ ആ ഭർത്താവിനെയും ആ ഒറ്റ സന്തതിയായിരിക്കുന്ന ആ ബാലകനായ പുത്രനെ മൃതനായിട്ടും കണ്ടിട്ട് ജനത്തിനും പ്രകൃതിക്കും ഹൃദയത്തിൽ ദുഃഖത്തെ ദധാന ഉണ്ടാക്കി തീർക്കുന്ന വിധത്തിൽ സതിയായ രാജ്ഞി കൃതദ്യുതി ചിത്രധ വളരെ പല പ്രകാരത്തിൽ വിലപിച്ചു. വളരെ അസഹ്യമായ ദുഃഖത്തോടെ കരഞ്ഞു. സ്തനദ്വയം കുങ്കുമഗന്ധമണ്ഡിതം നിഷിഞ്ചതേ സാഞ്ജന ബാഷ്പബിന്ദുഭിः സാഞ്ജന വികീര്യകേശാൻ വികീര്യകേശാൻ വികളസ്രജസുതം ശുശോച ചിത്രം കുരരീവ സുസ്വരം. ആ കുങ്കുമ ഗന്ധത്തെയൊക്കെ തേച്ച് മുലത്തടങ്ങളിലൊക്കെ തേച്ച് ആണ് അഞ്ജന സഹിതമായ അങ്ങനെ ആണ് കുട്ടിക്ക് പാല് കൊടുക്കേണ്ടതായതുകൊണ്ട് കുഞ്ഞിന് മുല കുടിക്കേണ്ട ആ സ്തനങ്ങളൊക്കെ നല്ല ശുചിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുങ്കുമഗന്ധമൊക്കെ പുരട്ടിയിരിക്കുന്നത് പോലെ അതിൻ്റെ നന്നായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന കുഞ്ഞിന് പാല് കൊടുക്കേണ്ട അമ്മയാണല്ലോ, കുഞ്ഞുകുട്ടിയല്ലേ, മുലപ്പാൽ കുടിക്കുന്ന കുട്ടി. ആ പ്രായത്തിൽ തന്നെയാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ണിൽ കൂടി അഞ്ജനം എഴുതിയിട്ടുണ്ട്. ആ കണ്ണിൽ കൂടി വരുന്ന കണ്ണുനീരിന് അഞ്ജനവും കൂടെ പറ്റിയാണ്. അത് ആ ദുഃഖത്തെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ണുനീർത്തുള്ളി ഒഴുകിയത് കൊണ്ട് നനഞ്ഞ് നിറം മാറി, അതായത് ആ മുലത്തടങ്ങളൊക്കെ നിറം മാറി, കണ്ണ് കലങ്ങി, അഞ്ജനം കലങ്ങി വന്നുകൊണ്ട് കറുത്ത നിറമായി ശരീരത്തിലോട്ട് വീണുന്ന്. പൂമാലകളോടുകൂടിയ വീണുപോയ പൂമാലകൾ അലങ്കാരത്തോടു കൂടിയാണ് രാജ്ഞി ഇരിക്കുന്നത്. പുത്രസമേതയായിട്ട് നല്ല സന്തോഷവതിയായിട്ടിരിക്കുമ്പോൾ പൂമാലയൊക്കെ ചൂടിയിട്ടുണ്ട്. തലമുടി ചിതറിക്കിടക്കുന്നു. അപ്രകാരമുള്ള നിലയിൽ കുരരപക്ഷിയെപ്പോലെ മധുരസ്വരത്തോടുകൂടി ബഹുപ്രകാരത്തിൽ പുത്രനെക്കുറിച്ച് ദുഃഖിച്ചു. രാജ്ഞിയുടെ സ്വരമൊക്കെ നല്ല സ്വരമാണ്. അതുകൊണ്ട് ആ സ്വരത്തിൽ ദുഃഖിച്ചോരോന്ന് പറയുകയും കരയുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. അഹോ വിധാതസ്ത്വമതീവ ബാലിശോ യസ്ത്വാത്മ സൃഷ്ട്യപ്രതിരൂപമിഹസേ പരേനു ജീവത്യപരസ്യ യാ മൃതിർ വിപര്യയശ്ചേത് ത്വമസി ധ്രുവപര. അഹോ വിധാത ത്വമതീവ, വിധാതഃ എന്നാക്കിയാൽ മതി. അഹോ വിധാതസ്ത്വമതീവ. വിധാതഃ എന്ന് വെച്ചാൽ വിധാതാവേ, വിധിയെ പഴിക്കുക.
അതീവ ബാലിശോ യസ്തു ആത്മസൃഷ്ട്യ പ്രതിരൂപമീഹസേ. ആത്മസൃഷ്ട്യ പ്രതിരൂപം, ആത്മസൃഷ്ടിക്ക് അനുരൂപം അല്ലാത്ത വിധം ഈഹസേ പ്രവർത്തിക്കുന്നു. ഈഹസേ യസ്തു ആത്മസൃഷ്ട്യ പ്രതിരൂപമീഹസേ. പരേനുജീവത്യപരസ്യയാ മൃതിർ. അനുജീവതി അനുജീവിക്കുമ്പോൾ മുമ്പിൽ ജനിച്ചവൻ അനുജീവിക്കുമ്പോൾ അപരസ്യ അനന്തരം ജനിച്ചവന് യാമൃതി യാതൊന്നോ മരണം. ഇങ്ങനെ ഇത് വിപരീതമായാൽ അങ്ങ് ധ്രുവ നിശ്ചയമായ ശത്രുവാകുന്നു. അതായത് ദുഃഖം കാരണം വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണല്ലോ സൃഷ്ടി. ബ്രഹ്മാവ് ചെയ്തത് തെറ്റാണെന്നുള്ള ബ്രഹ്മാവിൻ ചെയ്ത ദ്രോഹമാണെന്ന് നിശ്ചയിച്ച് പറയുക, സൃഷ്ടികർത്താവെ അങ്ങ് അത്യന്തം ദുഷ്ടൻ തന്നെയാണ് എന്ന് വന്നത് മഹാകഷ്ടമാണ്. അങ്ങയുടെ സൃഷ്ടിവർഗത്തിന് ഒട്ടും ചേരാത്ത വിധത്തിലാണല്ലോ അങ്ങയുടെ പ്രവൃത്തി. അതൊരു കഷ്ടം തന്നെയാണ്. എന്താ കൊണ്ടെന്നാൽ മുമ്പിൽ ജനിച്ചവരായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ പിന്നെ ജനിച്ചതായ കുഞ്ഞിനെ പുത്രന്മാർ മരിക്കുകയെന്നത് വിപരീതമായ ആചാരമല്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ നിയമമൊന്നുമില്ല. പക്ഷേ രാജ്ഞിയുടെ സങ്കടം കൊണ്ട് ചോദിച്ചു, ഞങ്ങൾ ജീവിച്ചിരിക്കുകയല്ലേ, ഞങ്ങളല്ലേ ആദ്യം ജനിച്ചത്, പിന്നെ എന്തിനായി ജനിച്ച കുട്ടിയെ കൊണ്ടുപോയെന്ന് അവർ ചോദിക്കുന്നത്. ഇങ്ങനെ ആകുന്നതിനാൽ അങ്ങയുടെ സന്താനങ്ങൾക്ക് ശത്രുവായിരിക്കുന്നു. അങ്ങ് തന്നെ അങ്ങയുടെ സന്താനങ്ങളല്ല ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങൾ ശത്രുവായിരിക്കുന്നു അങ്ങ് എന്ന് പറയുക. നഹിക്രമശ്ചേദിഹ മൃത്യുജന്മനോ ശരീരിണാമസ്തു തദാത്മകർമ്മഭിഃ യസ്നേഹപാശോ നിജ സർഗവൃദ്ധയേ സ്വയം കൃതസ്തേ തമിമം വിവൃച്ഛസി. നഹിക്രമശ്ചേത് ഇഹ മൃത്യുജന്മനോ ശരീരിണാമസ്തു തദാത്മകർമ്മഭിഃ യസ്നേഹപാശോ നിജ സർഗവൃദ്ധയേ. നിജ കോമായിട്ടാണ്. സ്വയം കൃതസ്തേ തം ഇമം വിവൃശ്ചസി. ശരീരികൾക്ക്, അതായത് ശരീരങ്ങളോട് കൂടിയുള്ളവർക്ക് ആത്മകർമ്മങ്ങളാൽ ഈ ലോകത്തിൽ മൃത്യുജന്മനോ മരണജനനങ്ങൾക്ക് ക്രമം ഇല്ലെന്ന വരികയിൽ തത് അസ്തു അതങ്ങനെയാകട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിജ സർഗവൃദ്ധ അങ്ങയുടെ സർഗാഭിവൃദ്ധിക്കായിക്കൊണ്ട് സ്നേഹഭാഷ യാതൊരു സ്നേഹരൂപമായ ബന്ധം സ്വയം കൃത അങ്ങയാൽ ഉണ്ടാക്കപ്പെട്ടുവോ തം ഇമം ഇതിനെ വിവൃശ്ചസി അങ്ങ് തന്നെ മുറിക്കുന്നു. ഈ സ്നേഹം അങ്ങോട്ട് ഉണ്ടാക്കി തന്നതും അങ്ങല്ലേ. ഈ കുഞ്ഞിനെ തന്നു, ഞങ്ങൾക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹം തന്നു, അതൊക്കെ അങ്ങ് തന്നെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അങ്ങ് തന്നെ അത് മുറിച്ച് കളയുന്നത് കുറേ കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ വിലപിക്കുന്ന ഭാഗമാണ്. അത് നമ്മളത് വായിച്ചു പോയാൽ മതി. ത്വം താതനാർഹസി ച മാം കൃപണമനാഥാം. ത്വം താതനാർഹസി ച മാം കൃപണാമനാഥാം ത്യക്തും വിചക്ഷ്വപിതരം തവ ശോകതപ്തം. അഞ്ജസ്തരേമ ഭവതാ പ്രജ ദുസ്തരം യത് ത്വന്തം ന യാഹ്യകരുണേന യമേന ദൂരം. ത്വം താതനാർഹസി ച മാം കൃപണാമനാഥാം ത്യക്തും വിചക്ഷ്വപിതരം തവ ശോകതപ്തം. ത്വം താതനാർഹസി ച മാം കൃപണാമനാഥാം ത്യക്തും വിചക്ഷ്വപിതരം തവ ശോകതപ്തം. അഞ്ജസ്തരേമ ഭവതാ പ്രജദുസ്തരം യത് ധ്വാന്തം ന യാഹ്യകരുണേന യമേന ദൂരം. ആ ബ്രഹ്മാവിനെ പിന്നെയും കുറ്റപ്പെടുത്തി കരഞ്ഞതിൽ പിന്നെ പുത്രനോട് തന്നെ പറഞ്ഞു കരയുക. അല്ലേ ബാല, നാഥനില്ലാത്തവളും ദുഃഖിതയുമായി എന്നെ നീ ഉപേക്ഷിക്കരുതേ. നിൻ്റെ പിതാവ് നിന്നെ പിരിഞ്ഞ ദുഃഖത്താൽ പരിതപിക്കുന്നത് നീ കാണുക. പുത്രന്മാർക്ക് കടക്കുവാൻ കഴിയാത്ത നരകത്തെ ഞങ്ങൾ നിൻ്റെ സഹായത്താൽ കഷ്ടം കൂടാതെ കടക്കുമല്ലോ. ആ കരുണാഹീനനായ യമനോട് കൂടി നീ ദൂരെയുള്ള ലോകത്തേക്ക് പോകല്ലേ. ഇങ്ങനെ അന്ധമായ ദുഃഖം അങ്ങ് അമ്മ കാണിക്കുന്നു. അത് വായിക്കാൻ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് വായിക്കണം. ത്വം താതനാർഹസി ച മാം കൃപണാമനാഥാം ത്യക്തും വിചക്ഷ്വപിതരം തവ ശോകതപ്തം. അഞ്ജസ്തരേമ ഭവതാ പ്രജദുസ്തരം യത്. ഭവതാ കഴിഞ്ഞൊന്ന് നിർത്തിക്കൂ. പ്രജദുസ്തരം യത് ധ്വാന്തം ന യാഹ്യകരുണേന യമേന ദൂരം. അകരുണേന എന്ന് വായിക്കണം. യാഹി അകരുണേന. യാഹിയുടെ ഇഖിയായുടെയും കായുടെ ഇടയ്ക്ക് എഴുതി മതി. ഉത്തിഷ്ഠ താത
തയിമേ ശിശവോ വയസ്യാഹ ത്വാമാഹ്വയന്തി നൃപനന്ദന സംവിഹർത്തും. വയസ്യാഹ എന്ന് കഴിഞ്ഞാൽ വയസ്യാഹ എന്നാക്കണം, എന്നിട്ട് സ വെട്ടിക്കളയുക. ത്വാമാഹ്വയന്തി നൃപനന്ദന സംവിഹർത്തും സുപ്തസ്ഥിരം ഹ്യസനയാ ച ഭവാൻ പരീതോ പുങ്ഷ്വസ്തനം ബിബശുചോ ഹരനസ്വകാനാം ഉത്തിഷ്ഠതാത. ബാല ഉത്തിഷ്ഠ. ഇവിടെ താത എന്ന് പറഞ്ഞിരിക്കുന്നത് ബാല എന്ന് തന്നെയാണ്, കുഞ്ഞേന്ന അർത്ഥം കൊടുക്കുന്നത്. ബാല താത അച്ഛൻ എന്നുള്ള താത്ത. ബാല എഴുന്നേൽക്കുക. ഉത്തിഷ്ഠ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. തേ വയസ്സിൽ നിൻ്റെ കൂട്ടുകാരനായ ശിശുക്കൾ സംവിഹർത്തും കളിപ്പാനായിക്കൊണ്ട് ത്വാം ആഹ്വയന്തി നിന്നെ ആഹ്വാനം ചെയ്ത് നിന്നെ വിളിക്കുന്നു. ചിരം സുപ്ത നീ അധിക നേരം ഉറങ്ങുന്നു. ഭവാൻ നീ അസനയാ വിശപ്പിനാൽ അനശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ. അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം അശനം വിശപ്പിനാൽ വ്യാപ്തനായിരിക്കുന്ന, അതുകൊണ്ട് പരീതനായിരിക്കുന്ന ഉണ്ടെങ്കിൽ വിശക്കുന്നുണ്ടെങ്കിൽ നീ ഭുങ്ഷ്വ ഭക്ഷണം കഴിക്കുക, ഭുജിക്കുക. ഭുങ്ഷ്വ ഭുജിക്കുക, കഴിക്കുക, ഭക്ഷണം കഴിക്കുന്നതിനാണ് ഭുങ്ഷ്വ. സ്തനം പിബ, അല്ലെങ്കിൽ പാല് കുടിക്കോ മുല കുടിക്കോ. സ്തനം പിബ. പിന്നെ സ്വകാനാം നിൻ്റെ സംബന്ധികളായ ഞങ്ങളുടെ ദുഃഖങ്ങളെ ഹരിച്ചാൽ നീ എഴുന്നേറ്റ് വന്ന് പാല് കുടിക്കോ, ഭക്ഷണം കഴിക്കോ. ഇങ്ങനെ ഒരമ്മയുടെ വിലാപം ശരിയായ രീതിയിൽ വ്യാസൻ കാണിച്ചു തരുന്നു നമുക്ക്. ഉത്തിഷ്ഠ താത. താത എന്നുള്ളിടത്ത് കുഞ്ഞെന്നാണ് വിളിക്കുന്നത് കേട്ടോ, മകനെ വിളിക്കുന്നത് അത്. ഉത്തിഷ്ഠ താത തയിമേ ശിശവോ വയസ്യാഹ ത്വാമാഹ്വയന്തി നൃപനന്ദന സംവിഹർത്തും സുപ്തസ്ഥിരം ഹ്യസനയാ ച ഭവാൻ പരീതോ ഭുങ്ഷ്വസ്തനം ബിബശുജോഹര സംസ്വകാനാം. നാഹം തനൂജ ദദൃശേഹതമംഗളാ തേ മുക്തസ്മിതം മുദിതവീക്ഷണമാനനാബ്ജം കിം വാ ഗതോസ്യ പുനരന്വയമന്യലോകം നീതോ ഘൃണേന ന ശൃണോമി കളാഗിരസ്തേ. നാഹം തനൂജ ദദൃശേഹതമംഗളാതേ മുഗ്ധസ്മിതം മുദിത വീക്ഷണം ആനനാബ്ജം കിം വാ ഗതോസ്യ പുനരന്വയമന്യലോകം. ഗതോസി അപുനർ അന്വയം അന്യലോകം, അതെല്ലാം വരണം. നീതോ ഘൃണേന നശൃണോമി കളാഗിരസ്തേ. അല്ലയോ പുത്ര, ഭാഗ്യഹീനിയായ ഞാൻ അഹം മുഗ്ധസ്മിത മനോഹരമായ മന്ദഹാസത്തോടും മുദിത വീക്ഷണ സന്തോഷമുള്ള നോട്ടത്തോടും കൂടിയതായിട്ട് തേ ആനനാബ്ദി നിൻ്റെ മുഖ കമലത്തെ കണ്ടില്ലല്ലോ, ഇപ്പോൾ കാണുന്നില്ലല്ലോ. തേ കളാകിര നിൻ്റെ മധുര വാക്കുകളെ ശൃണോമി കേൾക്കുന്നില്ലല്ലോ. അഘൃണേന നിർദ്ദയനാൽ നീതനായിട്ട് അപുനരന്വയം രണ്ടാമത് മടങ്ങി വരാത്ത വിധം. അന്വയം പിന്നെ തിരിച്ചു വരാത്ത വിധത്തിൽ, ഒന്ന് പോയിട്ട് തിരിച്ചു വരാത്ത വിധത്തിൽ അന്യലോകം പരലോകത്തെ കിംവാഗത അസി പ്രാപിച്ചുവോ, നീ വേറെ ഇടത്തോട്ട് പോയോ എന്ന് ചോദിക്കുന്നു. ശ്രീശുഗോവാച വിലപന്ത്യാമൃതം പുത്രം. അവിടെ പുത്രം എന്നാക്കുക, പിന്നെ ഇതി എന്നാക്കുക. ഇതി ചിത്രവിലാപനൈഹി ചിത്രകേതുർഭൃശം തപ്തോ മുക്തകണ്ഠോരുരോധഃ വിലപന്ത്യാമൃതം പുത്രം. ഇതി ചിത്രവിലാപനൈഹി ചിത്രകേതുർഭൃശം തപ്തോ മുക്തകണ്ഠോരുരോധഃ. മൃതം പുത്രം, ആ മരിച്ച പുത്രനെക്കുറിച്ച് ഇതി ചിത്രവിലാപനെ ഇപ്രകാരം പലതരത്തിൽ പറഞ്ഞുകൊണ്ടുള്ള ദുഃഖം കൊണ്ട് വിലാപനങ്ങളാൽ വിലപന്ത്യ കരയുന്ന അവളുടെ അരികെ കിടക്കുന്ന ചിത്രകേതു എന്ന് പറഞ്ഞ രാജാവ് വൃഷം തട്ട് ഏറ്റവും ദുഃഖിതനായിട്ട് തുറന്ന കണ്ഠത്തോടു കൂടിയവനായിട്ട് ഉറക്കെ നിലവിളിച്ചു. കഷ്ടം. തയോർവിലപതോ സർവേ അവിടം വരെയാണ്, സർവേ വരെ. ദമ്പത്യോസ്തനുബ്രതാഃ രുരുദുസ്മ നരാനാര്യഃ സർവമാസീത് അചേതനം നാക്കണം. അത്രയേ ഉള്ളൂ, അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. തയോർ വിലപതോ സർവേ അവിടം വരെ. ദമ്പത്യോസ്തനുബ്രതാഃ
രുരുദുസ്മ നരാ നാര്യ, രുരുദുസ്മ കഴിഞ്ഞ് നിർത്തുക, നരാ നാര്യഹ അവിടെ നിർത്തുക. സർവം ആസീത് അചേതനം. ഭാര്യ ഭർത്താക്കന്മാർ മഹാരാജ്ഞിയും രാജാവും ഇപ്രകാരം കരയുന്നത് കണ്ടപ്പോൾ അവിടുത്തെ അമാത്യന്മാർ, അതായത് മന്ത്രിമാർ, അനുചരന്മാർ, അവിടുത്തെ ഭടന്മാർ, അവിടുത്തെ സേവകന്മാർ, അതുപോലെയുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ളവരുണ്ടല്ലോ രാജകൊട്ടാരത്തിൽ, അവിടെ നിന്ന സർവ്വജനവാസികളും അവിടെ നിന്ന് കരഞ്ഞു. ആ നഗരം തന്നെ അങ്ങ് വളരെയധികം ദുഃഖത്തിൽ ആണ്ടുപോയി. മഹാകഷ്ടം തന്നെ. ഏവം കശ്മലമാപന്നം നഷ്ടസ്വപ്നം അനായകം നഷ്ടസ്വപ്നം അനായകം ജ്ഞാത്വാ അങ്കിരാ നാമ മുനിഹി നാക്കിൽ മില്ലെ മുനിർ ആജഗാമ എന്നാക്കണം ആ വാക്ക്. അല്ല മുനിർ ആജഗാമ സ നാരദ, നാരദരോടുകൂടി ആജഗാമ അവിടെ എത്തി. ആര്? ജത്വാ അങ്കിരാ നാമ മുനിർ, അങ്കിരസ് എന്ന് പറഞ്ഞ രാജാവ്. അങ്കിരസ് എന്ന് പറഞ്ഞ രാജാവാണ് ഈ പുത്രനെ കൊടുത്തത്. അപ്പോൾ ആ അങ്കിരസ് അവിടെ എത്തി. ആരോടുകൂടി? സ നാരദ, നാരദരോട് കൂടി അവിടെ എത്തി. ഇങ്ങനെ ഈ വളരെ അധികം കരഞ്ഞ് മോഹാലസ്യപ്പെട്ട് ബുദ്ധി ഒക്കെ നശിച്ച, ബോധം നശിച്ചും നായകനില്ലാതെയും ഇരിക്കുന്ന ആ രാജ്യത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ട് അങ്കിരസ് എന്നുള്ള പേരോടുകൂടിയ ആ മുനി നാരദരോടുകൂടി ആജഗാമ അവിടെ ആഗമിച്ചു. എന്നിട്ട് പിന്നെ അവിടെ എന്താ ഉണ്ടായെന്ന് അടുത്ത അധ്യായത്തിൽ പറയും. ഓം ഒന്നുകൂടെ വായിക്കണം. ഏവം കശ്മലമാപന്നം നഷ്ടസ്വപ്നം അനായകം, സ്വപ്നം അനായകം എന്ന് വായിക്കണം. ജ്ഞാത്വാ അങ്കിരാ നാമ മുനിർ ആജഗാമ സ നാരദഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ രൂപനിരൂപണപ്രകരണേ വൈരാഗ്യകാരണശോക നിരൂപണം നാമ ചതുർദശോऽധ്യായः. ഓം നമോ ഭഗവതേ വാസുദേവായ.